സി കെ കല്ലേര്, നിങ്ങൾ ആദ്യം ഇൻ തദൂഹും എന്നുള്ള ആയത്ത്, ഇൻ തദൂഹും നിങ്ങൾ അവരെ വിളിച്ചാൽ എന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. അവിടെ നിങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെന്നും അവരെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ മഹാന്മാരെ, മൊയ്തീൻ ഷെയ്ഖിനെ, മടവൂർ ഷെയ്ഖിനെ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. നിങ്ങൾ അള്ളാഹു പറയാത്തത് അള്ളാഹുവിൻ്റെ മേൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അത് പിൻവലിച്ചിട്ട് വേറെ സംസാരം ഇവിടെ അനുവദിക്കും. ഓക്കെ, അതുകൊണ്ട് അടുത്ത വോയിസിൽ അതിന് പിൻവലിച്ച് അതിലങ്ങനെ ആയത്തിലങ്ങനെ ഇല്ല, അത് ഞാൻ എൻ്റെ വക ചേർത്ത് പറഞ്ഞതാണ് എന്ന് ഇവിടെ ഏത്തമിട്ട് അതിന് തൗബ ചെയ്തിട്ട് വേണം, ക്ഷമ ചോദിച്ചിട്ട് വേണം വേറെ വിഷയം ഇവിടെ പറയാൻ, സംസാരിക്കാൻ. ഓക്കെ, ഇവിടെ അങ്ങനെ പിന്നെ കള്ളത്തരം പറഞ്ഞു കാണൊന്നും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. അല്ലെങ്കിൽ നിങ്ങൾ ഒളിച്ചിരിക്കേണ്ടി വരും. മറ്റു മൗലന്മാർ മാളത്തിൽ ഒളിച്ചിരിക്കണ വരി നിങ്ങളും ഒളിച്ചിരിക്കുക. ഇത്രേ കഴിയും. മുസ്ലിയാറെ, ഞാൻ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ പറഞ്ഞു. ഞാനൊരു മുസ്ലിയാറല്ല, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാൻ. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയാൻ ഞാൻ മുസ്ലിയാറല്ല. ഞാൻ മുസ്ലിയാറാവുമ്പം പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണ്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന. വല്ലദീന തദ്ഊന, അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ല. ഹൈന്ദവരോ ക്രൈസ്തവരോ ഒന്നും പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയല്ല. വല്ലദീന തദ്ഊന, നിങ്ങൾ മൊയ്യന്മാർ, നിങ്ങൾ ആരെയാ വിളിച്ച് പ്രാർത്ഥിക്കാറ്? അള്ളാഹ്ക്ക് പുറമെ ബദിരിങ്ങൾ, മുഹമ്മദ് നബി, മൊയ്തീസ്യങ്ങൾ, മുനമ്പത്ത ബീവി, കുപ്പസ്വാമി പോലുള്ളവരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാറ്. മാ യംലിക്കൂന മിൻ ഖിത്മീർ, അവർ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് കഴിവവർക്കില്ല. ഉണ്ട് എന്നൊരു മുസ്ലിം വിചാരിച്ച കാഫറാണ്. അങ്ങനെയാ മുസ്ലിയാക്കന്മാരെ നിങ്ങളൊക്കെ കാഫിരിങ്ങളായത്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹമ്മദ് നബി, ബദിരീങ്ങൾ, മൊയ്തീസ്യങ്ങൾ, മനുമ്പത്ത ബീവി, കുപ്പസ്വാമി, മമ്പറുന്തങ്ങൾ പോലുള്ളവർക്ക് ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് വലിയമ്മറ നിങ്ങൾ കാഫിരിങ്ങളായി പോയത്. ഇൻ തദൂഹും, അവരൊന്ന് വിളിച്ചു നോക്ക്. ആര വലിയമ്മറ? ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് കഴിവില്ലാത്ത മുഹമ്മദ് നബി, മൊയ്തീസ്യങ്ങൾ, ഒനമ്പത്ത ബീവി, കുപ്പസ്വാമി, മമ്പറുന്തങ്ങൾ, ഉള്ളാന്തങ്ങൾ, അജ്മീർ, നാഗൂർ, ഏർവാടി പോലുള്ളവരെ, ആ ഈത്തപ്പഴക്കുരുവിൻ്റെ പാടക്ക് കഴിവില്ലാത്ത ഇവരെ ഒന്ന് വിളിച്ചു നോക്ക്. ലാ യസ്മഉദുആക്കും, നിങ്ങളെ വിളി അവർ കേൾക്കുകയില്ല. ഇത് വിശ്വസിക്കുന്നതിൽ മുസ്ലിങ്ങളാ. വലിയമാരെ നിങ്ങൾ കാഫിരിങ്ങളായിപ്പോ എന്താണ്? ഇത് നിഷേധിച്ചത് കൊണ്ട്. ഇന്നക ലാ തുസ്മിയുൽ മൗത, നിനക്ക് മുഹമ്മദ് നബിയെ, നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിക്ക് ലോകത്തുള്ള ഒരു മയ്യത്തിനെയും കേൾപ്പിക്കാൻ കഴിയില്ല. മുഹമ്മദ് നബിയുടെ മയ്യത്തിനെ ലോകത്ത് ഒരുത്തനും കേൾപ്പിക്കാൻ കഴിയില്ല. ഇത് വിശ്വസിക്കുന്നവർ മുസ്ലിങ്ങളാണ്. ഇത് നിഷേധിച്ചത് കൊണ്ടാണ് വലിയമ്മറ നിങ്ങൾ കാഫിരിങ്ങളായി പോയത്. പിന്നെ ഒമാ അന്ത ബി മുസ്ലിം ഫിൽ ഖുബൂർ, മുഹമ്മദ് നബിക്ക് കവറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല. കവറിലുള്ള ഒരുത്തനെയും മുഹമ്മദ് നബിക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. കവറിൽ കിടക്കുന്ന മുഹമ്മദ് നബിയെ ലോകത്ത് ഒരുത്തനും കേൾപ്പിക്കാൻ കഴിയില്ല. ഇത് വിശ്വസിക്കുന്നവർ മോമിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ്. മുസ്ലിയാക്കന്മാരെ നിങ്ങൾ കാഫിരിങ്ങളായി പോയത് ഇത് നിഷേധിച്ചത് കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ, തീർച്ചയായും ഉത്തരം ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? കേൾക്കണം. അള്ളാഹു പറഞ്ഞു അവർ ഉത്തരം ചെയ്യില്ല. എന്തേ കാരണം? അള്ളാഹ് പറഞ്ഞു ഓല് കേൾക്കാത്തല്ല. നിങ്ങൾ വിളിക്കുന്ന പോലെ കേൾക്കില്ല, കേട്ടിക്കെങ്കിലല്ലേ ഉത്തരം ചെയ്യാം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലാ യത്തബീഉന മിൻ ദൂനി, അള്ളാഹ്ക്ക് പുറമെ അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവർ ഖലീലമ്മാ തദക്കറൂൻ, വളരെ ചുരുങ്ങിയതാ ചിന്തിക്കുന്നുള്ളൂ. എങ്ങനെ? ഒരു ഇറുമ്പിൻ്റെ ചിന്ത പോലെ അത്രയുള്ളൂ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവർക്ക്, അവരുടെ ചിന്തക്ക്. എന്നിട്ട് ഇന്നഹും ഇത്തഹദു ശൈത്താന ഔലിയ, അവർ സ്വീകരിച്ച് ആരെയാണ്? ശൈത്താന്മാരെ. മിന്ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ ശൈത്താന്മാരെയാണ് ഔലിയാക്കന്മാരായി മൗലിയമാർ സ്വീകരിച്ചത്. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, എന്നിട്ട് മൗലിയമാർ എന്താ വിചാരിക്കുന്നത്? ഞാള് സന്മാർഗത്തിലാണ്, ഹിദായത്തിലാണെന്ന് മൗലിയമാർ വിചാരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല,
അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്പിയാവലിയാക്കന്മാർ ഇബാദുൻ അംസാലിക്കും നിങ്ങളെപ്പോലെ തന്നെയുള്ള അടിമകളെ വലിയമറെ ഫദൂഹും അതിനാൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളും വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പിയാവലിയാക്കന്മാർ അവരാരാണ്? നിങ്ങളെപ്പോലെ തന്നെ അടിമകളാണ്. ഓരോന്ന് വിളിച്ച് പ്രാർത്ഥിക്ക്. ഫൽ യസ്തജീബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് കാണട്ടെ. ഇൻകുന്തും സ്വാദിക്കീൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മൊയ്ലിയാർ, സത്യം പറയുന്ന ഏതെങ്കിലും ഒരു മൊയ്ലിയാർ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ മൊയ്ലിയാറെ വെല്ലുവിളിക്കുന്നു. ഇൻകുന്തും സ്വാദിക്കീൻ നിങ്ങളുടെ കൂട്ടത്തിൽ സത്യം പറയുന്ന ഏതെങ്കിലും ഒരു മൊയ്ലിയാറുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹു വെല്ലുവിളിക്കുന്നു അമ്പിയാവലിയാക്കന്മാരെ വിളിച്ചിട്ട് അവരൊന്ന് ഉത്തരം നൽകട്ടെ. ഇനിയെങ്കിലും മൊയ്ലിയന്മാരെ സമസ്തക്കാരെ നിങ്ങൾക്ക് ഷഹാദത്ത് കൽമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചുകൂടെ? എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ച ഔലിയാക്കന്മാരെ പറ്റി അല്ല പറയാണ്, കുൽ അഫത്തഹദത്തും മിൻ ദൂനിഹി ഔലിയ അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരുടെ അവസ്ഥ എന്താണ്? ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്വൻ വലാ ദർറൻ ആ അമ്പിയാവലിയാക്കന്മാർക്ക് സ്വയം എന്തെങ്കിലും ഉപകാരം ചെയ്യാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. അങ്ങനത്തെയാണ് ഔലിയാക്കന്മാരായിട്ട് മുശ്രിക്കുകൾ സ്വീകരിച്ചത്. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഹമ്മദ് നബിയാണ് ഉടുത്തതും കുളിച്ചതും ഒക്കെ. എങ്ങനെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദ് നബിയാണ് കുളിച്ചത് ഉടുത്തതൊക്കെ. വഫാത്തായതോടുകൂടി എന്തായി? ഒരു ഉപകാരോപദ്രവോ ചെയ്യാൻ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞില്ല. മുഹമ്മദ് നബിയുടെ സ്വന്തത്തിന് വേണ്ടി ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞില്ല. മുഹമ്മദ് നബി വഫാത്തായപ്പോൾ നാട്ടുകാർ കുളിപ്പിച്ചു, നാട്ടുകാർ ഉടുപ്പിച്ചു. മൊയ്തീശങ്ങളും മരിച്ചപ്പോൾ ഇതാ അവസ്ഥ. നാട്ടുകാർ കുളിപ്പിച്ചു, നാട്ടുകാർ ഉടുപ്പിച്ചു, നാട്ടുകാർ മയ്യത്തും എടുത്തു പോയി. അല്ലേ? ഖുർആൻ പറഞ്ഞു ഒരു ഉപകാരോപദ്രവോ സ്വന്തത്തിന് വേണ്ടി ഈ അമ്പിയാവലിയാക്കന്മാർക്ക് ഒരു ഉപകാരം ചെയ്യാൻ കഴിയണ്ടേ? അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ സമസ്തക്കാരെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചാൽ നിങ്ങൾക്കും സ്വർഗം കിട്ടും. ഈ അവസ്ഥയിലാണ് നിങ്ങൾ ചത്തുപോകുന്നതെങ്കിൽ നിങ്ങൾ അബൂജാലിനേക്കാൾ നരകത്തിന്റെ അടിത്തട്ടിൽ ഉണ്ടാവും. ഓക്കെ.